മനഃപൂർവ്വം ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. അല്ല മാഡം, ഞങ്ങൾ പരിശോധിക്കുന്നില്ല. മാഡം തന്നെ ഒന്ന് തുറന്നു നോക്കിക്കോളൂ. അതിനകത്തില്ല എന്ന് മാഡം പറഞ്ഞാൽ മതി, ഞങ്ങളെ വിശ്വസിച്ചോളാം. സ്വാതി, താൻ തന്നെ നോക്കി വേഗം. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. പിടിക്കേട്ടാ. എന്താ അതിനകത്തൊന്നുമില്ലല്ലോ അല്ലേ അടുത്തി? അതിനകത്തുള്ളത് താനൊന്ന് പുറത്തേക്ക് എടുത്തേ. ഏട്ടാ, സ്വാതി, താൻ എന്താ ഈ കാണിച്ചത്? ഏട്ടാ, ഞാനല്ല ഇതെടുത്തത്. മാഡം, ആരും എടുക്കാതെ ഈ സാരികള് ബാഗിനകത്ത് തനിയെ കയറി ഇരിക്കില്ലല്ലോ. എന്തൊരു നാണക്കേടത്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്തായാലും മോശമായിപ്പോയി. അതും കൊടുത്തിട്ട് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. അതാ നല്ലത്. സ്വാതി, തനിക്ക് എത്ര സാരി വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരുമായിരുന്നല്ലോ. ഏട്ടാ, ഞാൻ സത്യം പറയുന്നത്. ഈ സാരി ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് ഉറപ്പാ. പിന്നെ സാരിക്ക് എന്താ ജീവനുണ്ടോ? ഓടി വന്ന് നിന്റെ ബാഗ് കയറാൻ. അതങ്ങ് കൊടുത്തിട്ട് വാ, വേഗം പോവാം. സാറിന്റെ ഭാര്യയെ പോലെ ഒരാളിന്ന് ഇത്തരത്തിലൊരു പെരുമാറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നല്ല വിലയുള്ള സാരിയാ. അടിച്ചു തന്നെ ചെകിട് പൊട്ടിക്കാ വേണ്ടത്. മറ്റുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണോ ഇങ്ങനെ നടക്കുന്നത്? അതെ, ഒരു അബദ്ധം പറ്റിയതാന്ന് കരുതി ഇതങ്ങ് ക്ഷമിക്ക. ശരി, ഇറ്റ്സ് ഓക്കെ. തന്നെ തിരികെ കൊടുത്തേ. മാഡം, ആ സാരി ഇങ്ങ് തന്നിട്ട് വേഗം പൊയ്ക്കോ. തൽക്കാലം ഞങ്ങളിത് കാര്യമാക്കുന്നില്ല. ഏയ്, സ്റ്റോപ്പ്. ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യരുത് പ്ലീസ്. വല്ലവന്റെ സാരി മോഷ്ടിക്കുക, അത് ഷൂട്ട് ചെയ്യുന്ന കുഴപ്പം. വേഗം അതങ്ങ് കൊടുത്തിട്ട് വരാൻ നോക്ക്. ഇവിടെ നിന്ന് നാണം കിടാൻ വയ്യ. ഇനി എന്തിനാതും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നേ? സ്വാതി, നിന്നോടത് കൊടുക്കാനല്ലേ പറഞ്ഞത്? മാഡം, അതിങ്ങ് തന്നേക്ക്. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട് മിസ്റ്റർ. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് കള്ളിയാവാൻ എനിക്ക് വയ്യ. സ്വാതി, എല്ലാരും കേൾക്കുന്നു. കൊടുക്ക്. കേക്കട്ടെ, അതിനെന്താ? മിസ്റ്റർ, ഈ സാരി ഞാൻ മോഷ്ടിക്കുകയോ എന്റെ ബാഗിലെടുത്ത് വയ്ക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇതാരാണ് എന്റെ ബാഗിലെടുത്ത് വെച്ചെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതറിയാതെ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് പോവില്ല. ഗൗരിജി, പണി പാളി. നീലേ, വേഗം പോവാന്ന് പറയും. സ്വാതി, നമുക്ക് പോവാം. ഏട്ടൻ ക്ഷമിക്കണം. ഇതിന്റെ സത്യം അറിയാതെ ഞാൻ എങ്ങോട്ടും വരില്ല. ഈ കടയിൽ CCTV ഇല്ലേ? ഉണ്ടല്ലോ. എന്നാ പിന്നെ എനിക്കതൊന്ന് ചെക്ക് ചെയ്യണം. ആ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യും. ശരി. ഞാനാണ് ഇതെടുത്ത് ബാഗിനകത്ത് വെച്ചതെങ്കിൽ അത് അതിനകത്ത് റെക്കോർഡായി കാണുമല്ലോ. തീർച്ചയായും. ഇനി ഞാനല്ലെങ്കിൽ എന്റെ ബാഗിനകത്ത് ഇത് വെച്ച ആളിനെയും കണ്ടുപിടിക്കാം. ശരിയല്ലേ? അതെ. നീലേ, ഞങ്ങൾ പുറത്ത് കാറിലിരിക്കാം. നിങ്ങളെ നോക്കിട്ട് വാ. അത് വേണ്ട. ഇതിന്റെ നേരെന്താണെന്ന് അറിഞ്ഞിട്ട് പോയാ മതി. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോണം. സർ, CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. വരൂ, നോക്കാം. ആ, ശരി.
സ്വാതി, സോറി മാഡം, ഞങ്ങൾ മാഡത്തെ തെറ്റിദ്ധരിച്ചു. അതിങ്ങ് തന്നേക്കും മാഡം. ഇവരെ ഒന്നും ഇനി ഒരിടത്തും കൊണ്ടുപോരുത് മാഡം, ഇതുപോലെ നാണക്കേടാവും. സാർ ചെന്നാട്ടെ. ദേ ഇതിനാണോ നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ കൂടെ വന്നത്? ഗൗരി, ദേ ഈ ചതി നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത്. അവളുടെ ഒരു അബദ്ധം. നന്ദിനി, നിനക്ക് ഒരെണ്ണം കിട്ടേണ്ടതാ. പക്ഷേ വേണ്ട, നാണമില്ലാത്ത നിന്നെയൊക്കെ തല്ലിയ അതിന്റെ നാണക്കേട് എനിക്കാ. സ്വാതി വാ. എന്താ നിങ്ങൾ വരുന്നില്ലേ? വരാൻ. ഗുണ്ടായുസം കാണിക്കാൻ ഇതിന്റെ മധുരയല്ല, കൊച്ചിയാ. കൊച്ചിയും കോതാടും കോയമ്പത്തൂരും ഒക്കെ രാജയ്ക്ക് ഒരുപോലെ. വലിയ ലെവലല്ല, വേറെ രാജ. സെപ്റ്റംബർ 1 ഞായറാഴ്ച വൈകുന്നേരം 5:30. ഇത് കൊള്ളാലോ. സി കേരളത്തിൽ മധുരരാജയോ? ഇടിവെട്ട് ചിത്രങ്ങളുടെ ഈ ഓണത്തിന് മധുരരാജ മാത്രമല്ല സി കേരളത്തിൽ, പിന്നെ ടോവിനോയുടെ പുതിയ ചിത്രമുണ്ട്, ഓസ്കാർ ഗോസ് ടു. പുത്തൻ തലമുറയുടെ പുതിയ ചങ്കിടിപ്പായ ടൊവിനോ തോമസ് ഉയരും ഊർജവും കൊണ്ട് ഉജ്ജ്വലമാക്കിയ ഉശിരൻ ചലച്ചിത്രം ആൻഡ് ഓസ്കാർ ഗോസ് ടു ഇന്ത്യൻ സിനിമയുടെ ചുവടിളക്കി യുവാക്കളുടെ ഇടനെഞ്ചിൽ മൈക്കിൾ ജാക്സൺ. അപ്പൊ ഈ ഓണത്തിനെ സി കേരളം പൊളിക്കും. ടൊവിനോയാ ഇപ്പൊ ഞങ്ങൾ യൂത്തിന്റെ ഗ്ലാമർ ഐക്കൺ. യുവാക്കളുടെ ദുൽഖർ സൽമാനും കീർത്തി സുരേഷും അഭിനയ വിസ്മയം തീർത്ത ചലച്ചിത്രം നടികർ തിലകം. അപ്പൊ സെപ്റ്റംബർ 1 മധുരരാജ. അന്ന് വേറെ ഒരു പരിപാടിക്കുമില്ല. സി കേരളം ചാനൽ വെച്ച് സിനിമ കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഹലോ, തോമാച്ചന. എന്താ തോമാച്ച, ഈയിടെ തന്റെ വിളിയൊന്നും കേൾക്കാനില്ലല്ലോ. എന്താ പറഞ്ഞേ? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. തോന്നിയാസം പറയുന്ന ഞാനല്ലടോ. എല്ലാ ചാനലിലും ബ്രേക്കിംഗ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുക. താൻ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ വെച്ച് നോക്കിയേ, അപ്പൊ അറിയാം സത്യം. വൃത്തികെട്ടവൻ, അസൂയ മൂത്ത ഓരോ കള്ളത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുക. എന്താ വലിച്ച, എന്താ പ്രശ്നം? ഒന്നുമില്ലടാ, ഓരോരുത്തന്മാർ ഓരോന്ന് ചുമ്മാ പറഞ്ഞങ്ങ് വരുത്തുക. നോക്കട്ടെ, പറഞ്ഞ സത്യമല്ലെങ്കിൽ അവന്റെ വീട്ടിൽ പോയി ഞാൻ തല്ലും. നീ ആ ന്യൂസ് ചാനലൊന്ന് വെച്ചേ. നമസ്കാരം. പ്രധാന വാർത്തകൾ. നഗരത്തിലെ ഷോപ്പിംഗ് സെന്ററിൽ താരകുടുംബത്തിന്റെ വക മോഷണശ്രമം. മലയാളത്തിലെ അപ്കമിംഗ് സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രശസ്ത നടൻ നീൽ മഹേഷിന്റെ ഭാര്യയും സഹോദര ഭാര്യയും സഹോദരിയും ചേർന്ന സംഘമാണ് നഗരത്തിലെ ഒരു ഷോപ്പിംഗ് സെന്ററിൽ വിലപിടിപ്പുള്ള പട്ടുസാരികൾ മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയത്. ഈ സമയം നടൻ നീൽ മഹേഷും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് രസകരമായ സംഭവങ്ങളാണ് ഷോപ്പിംഗ് സെന്ററിൽ അരങ്ങേറിയത്. ഒടുവിൽ സംഭവം പിടിക്കപ്പെട്ടപ്പോൾ നടൻ പരസ്യമായി മാപ്പു പറഞ്ഞ് തടിതപ്പി. സോഷ്യൽ മീഡിയയിൽ നിമിഷങ്ങൾക്കകം ഈ വീഡിയോ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നടൻ നീൽ മഹേഷിന്റെ കുടുംബത്തിന്റെ പ്രവൃത്തി സിനിമാ ലോകത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണെന്ന് സിനിമാ രംഗത്തെ പ്രശസ്തർ അഭിപ്രായപ്പെട്ടു. എന്നാൽ പരസ്യമായി ഇതിനോട് പ്രതികരിക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. നീൽ മഹേഷിൻ എന്തൊരു നാണക്കേടാ ഇത്! എന്തൊരു തോന്നിയാസം അവര് കാണിച്ചേ.
ഇനി നമ്മളെങ്ങനെ പുറത്തിറങ്ങി നടക്കും? വലിയ ഇത് വെറുതെ ടി വിക്കാർ പടച്ചുണ്ടാക്കി വിട്ടതായിരിക്കും. പല വാർത്തകൾക്കും സത്യവുമായി പുലബന്ധം പോലും ഉണ്ടായിരിക്കില്ല. ബന്ധമില്ലാഞ്ഞിട്ടാണോടാ അവൻ ഗൗരിയത്തില്ലെന്ന് വാർത്ത കാണിച്ചത്? വല്യച്ഛനൊന്ന് സമാധാനപ്പെട്. എന്തായാലും അവരിങ്ങ് വരട്ടെ. സത്യം നമുക്ക് അപ്പം അറിയാലോ. അത് മാത്രമല്ല, ഏട്ടത്തി ഇങ്ങനൊരു കാര്യത്തിന് കൂട്ടി നിൽക്കുമെന്ന് വല്യച്ഛന് തോന്നുന്നുണ്ടോ? അവളല്ലല്ലോ, വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലോ. ഇവിടുന്ന് വഴക്കിട്ട് പോയപ്പോഴേ ഞാൻ കരുതിയതാ അവളുമാർ എന്തെങ്കിലും പണി ഒപ്പിക്കുന്നു. നീ അവനൊന്ന് വിളിച്ചേ. നീല് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എന്താ സംഭവിച്ചെന്നറിയാൻ ഇപ്പൊ എന്താ ചെയ്യാ? നീ ആ സ്വാതിയുടെ ഗൗരിയുടെ ഫോണിലൊന്ന് വിളിച്ചേ. ഏട്ടത്തി എടുക്കുന്നില്ല. എന്നാ നീ ആ ഗൗരി ഒന്ന് വിളിക്കും. അവൾ ഔട്ട് ഓഫ് കവറേജാ. കേറാനിരുന്ന കുരങ്ങിന് ഏണി വെക്കുന്ന പരിപാടിയാ അവളുമാരിപ്പോ കാണിച്ചത്. എന്തെങ്കിലും ഗുരുതക്കേട് കാണിക്കാതെ നീല അവളെ തല്ലില്ല. എങ്ങനെയെങ്കിലും അവൻ സിനിമയിലൊന്ന് ചുവടുറപ്പിക്കാൻ കഷ്ടപ്പെടുന്നതിനിടയില ഈ നാണക്കേട്. അവന്റെ ഭാവിയാ ഇതോടെ പോകുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താന്ന് ആർക്കറിയാം? എന്റെ ദൈവമേ, സതുവേട്ടാ, സതുവേട്ടാ, സതുവേട്ടാ ഒന്ന് വേഗം വന്നേ. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? എന്തോരു നാണക്കേടായി പോയി. സതുവേട്ടാ, ഒന്ന് വേഗം വാ ഇങ്ങോട്ടെ. വരുന്നു. എന്താ എന്തു പറ്റി? എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു കൂന്നേ? പറയാം. അത് പിന്നെ എന്താടി നിനക്കൊരു വെപ്രാളം? ആരാ വിളിച്ചേ? വിളിച്ചത് നമ്മുടെ മോൻ തന്നെയാ. അവനെന്തു പറ്റി? പറ്റിയത് അവനല്ല, അവന്റെ ഭാര്യയ്ക്കും വീട്ടുകാർക്കുവാ. അവളുമാര് കാണിച്ച കള്ളത്തരത്തിനെ എല്ലാരും കൂടി നാണം കെട്ടത്. നീ കാര്യം പറമാനു. കൊള്ളാം. നിനക്കും നിന്റെ മകനും ചേർന്ന മരുമകൾ തന്നെ. വന്നതും നിന്നതും എല്ലാം ഒരേ കലത്തിൽ പുഴുങ്ങാൻ പറ്റിയതാണല്ലോ എന്റെ ദൈവമേ. അതെ, ഗൗരി നന്ദിനിയും കൂടെ സ്വാതിയെ കള്ളിയാക്കാൻ വേണ്ടി ചെയ്ത പണിയത്. എന്നിട്ടോ എന്ത് സംഭവിച്ചു? പിടിച്ചില്ലേ അവരെ? എടി, ഇപ്പൊ മുക്കിനും മൂലയ്ക്കും എല്ലാം ക്യാമറകൾ വെച്ചിരിക്കുന്ന കാലമാ. ആരുടെയും കണ്ണ് തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ചും ഇതുപോലുള്ള കടകളില്. എന്തായാലും നീ കൂടെ പോവായിരുന്നത് കൊണ്ട് ഉള്ള മാനം കപ്പല് കയറിയില്ല. ഭാഗ്യം. എന്നാലും അവളുമാര് കൊള്ളാലോ സതുവേട്ടാ. എടി വനു, ആ സ്വാതി ഒരു പാവം പെണ്ണ. എല്ലാവരോടും അവൾക്ക് നല്ല സ്നേഹവും ബഹുമാനവും ഉണ്ട്. നല്ല ഈശ്വര വിശ്വാസമുണ്ട്. അതുകൊണ്ടാ അവളെ അവമാനിക്കാൻ ശ്രമിച്ചപ്പോ ദൈവം അതിന് ഉടൻ തന്നെ പണി കൊടുത്തു. ഇനിയെങ്കിലും നീ അത്യാഗ്രഹം ഒന്ന് അവസാനിപ്പിക്ക്. ഇല്ലെങ്കിൽ നിന്റെ മണ്ട മോനെ ആരെങ്കിലും തല്ലിക്കൊല്ലും. അതിനെന്തിനാ അവനെ തല്ലിക്കൊല്ലുന്നത്? അവളുടെ കൂടെയല്ലേ അവന്റെ സഹവാസം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നല്ലേ പ്രമാണം. അയ്യോ സതുവേട്ടാ, അപ്പൊ എന്റെ അറേബ്യൻ ചിക്കനും പത്തിരിയും കാത്തിരുന്നോ, ഇപ്പൊ കൊണ്ടുവരും. ഓണമാർക്ക് ഓരോന്ന് കാണിച്ചു കൊടുക്കട്ടെ നേരം.
രണ്ടുപേരും നിന്നേ. ഓ തീർന്നു. ഇനി വല്യച്ഛൻ വന്നാ പൊരിക്കും. ഇതെന്താ ഷോപ്പിൽ നടന്നത് പറയാൻ? മിണ്ടാതെ നിൽക്കാതെ ചോദിച്ചതിന് മറുപടി പറയാൻ. എന്താ അവിടെ നടന്നത്? നീലേ, എന്താണ് അവിടെ സംഭവിച്ചത്? അച്ഛൻ ഇവരോട് എന്നെ ചോദിക്കുക എന്താ സംഭവിച്ചതെന്ന്. രാവിലെ ഇവിടെ വെച്ചുണ്ടായതിന് അവിടെ വെച്ച് എന്നെ നാണം കെടുത്തി. എനിക്ക് പണി തരാൻ നോക്കിയതാ. എന്നിട്ട് ആകെ നാണക്കേടായി. ഫോൺ വിളികളുണ്ട്, ഇരിക്കപ്പുറത്തി ഇല്ലാതായി. ഒടുവില് ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഏത് തോന്നിയവാസമാടി നിങ്ങൾ ചെയ്തു വെച്ചത്? സാരി ഒന്നോ രണ്ടോ അധികം വേണോന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര വിലയുള്ളതായാലും ഏട്ടൻ അതിവർക്ക് വാങ്ങിക്കൊടുത്തേനെ. അതിനെ ഇവരുടെ ഉദ്ദേശം സാരി വാങ്ങലല്ലായിരുന്നല്ലോ. ഏടത്തിയെ മോഷണ കേസിൽ പ്രതിയാക്കാനായിരുന്നല്ലോ ഇവരുടെ പ്ലാൻ. എല്ലാ ചാനലിലും ബ്രേക്കിംഗ് ന്യൂസ് ആയിപ്പോ. നടൻ നീൽ മഹേഷും ഭാര്യ അടങ്ങുന്ന സംഘം ഷോപ്പിംഗ് മാളിൽ നിന്ന് വിലപിടിപ്പുള്ള പട്ടുസാരികൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഒരു അപകടം കഴിഞ്ഞ് സിനിമയിലേക്ക് തിരിച്ചു വരാൻ ഞാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും അറിയാത്താണോ വെച്ചാ? എന്നിട്ടും ഇവരെന്തിനാ എന്നോട് ഈ ചതി ചെയ്തേ? സ്വാതിയോടുള്ള പകയും വിദ്വേഷവും തീർക്കാനായിരുന്നെങ്കിൽ അത് ഈ വീട്ടിനകത്ത് വെച്ച് ആകാമായിരുന്നില്ലേ? ഇതിപ്പോ എന്റെ കരിയറിന് ഇവര് കാരണം ദോഷം സംഭവിക്കാൻ പോകുന്നത്. എടി, സിനിമാ നടനായ സഹോദരന്റെ പ്രശസ്തിയിൽ ഒപ്പം നടന്ന് ഗമ കാണിക്കുകയും അഹങ്കരിക്കുകയും മാത്രം ചെയ്താൽ പോരാ. പേരുദോഷം ഉണ്ടാക്കി വയ്ക്കാതിരിക്കാൻ കൂടി ശ്രമിക്കണം. എടി, എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല സിനിമ നടനെന്ന പേരും പ്രശസ്തിയും. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ദൈവം ആ ഭാഗ്യം നൽകുമ്പോ അയാളുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേരുന്ന വിധത്തിലായിരിക്കണം കുടുംബത്തിലെ ഓരോ അംഗങ്ങളും പെരുമാറേണ്ടത്. നന്ദിനി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവർക്കൊപ്പം പോകണ്ടെന്ന്? ഇതിനായിരുന്നോ ഇവർക്കൊപ്പം നീയും ഇന്ന് ഒരുങ്ങി കെട്ടി പോയത്? അതിന് ഞാനെന്ത് തെറ്റിയെന്നാ ഗിരിയേട്ടൻ പറയുന്നേ? നീ ഒന്നും ചെയ്തില്ല അല്ലേ? ഇത് നിനക്ക് തരണമെന്ന് കുറച്ച് ദിവസത്തോടെ ഞാൻ കരുതിയതാ. ഇന്ന് നീ അത് ചോദിച്ചു വാങ്ങി. അബദ്ധത്തിൽ ഒരു തെറ്റ് പറ്റിയതിനെ പരസ്യമായിട്ടാ നീ എന്നെ തല്ലിയത്. ഇപ്പതേ ഗിരി ഇവളെയും തല്ലി. ഞങ്ങൾ ഇങ്ങനെ അപമാനിക്കാൻ മാത്രമുള്ള തെറ്റൊന്നും ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഒരബദ്ധം പറ്റി, അത്രയല്ലേ ഉള്ളൂ. ഇതാണോ അബദ്ധം? നന്ദിനി, നിന്നെയും ഗൗരിയെയും ഞാൻ ഇതുവരെ രണ്ടായിട്ട് കണ്ടിട്ടില്ല. ഈ വീട്ടിൽ നീ ഗിരിയുടെ ഭാര്യയായിട്ട് കടന്നു വന്നത് എവിടെ നിന്നാണെന്ന് നിനക്ക് നല്ല ഓർമ്മ വേണം. ഇപ്പൊ ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ നിന്നെ ഞാൻ എന്റെ സ്വന്തം അനിയത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ആ നീ ഇവൾക്കൊപ്പം ചേർന്ന് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മോളെ ഗൗരി, ഇതിനേക്കാൾ നല്ലത് നീ എന്നെ കഴുത്തറുത്ത് കൊല്ലുന്നതായിരുന്നു. കണ്ടോടി ആ മനുഷ്യന്റെ സങ്കടം. സമൂഹത്തിന് മുന്നിൽ ആ മനുഷ്യനുണ്ടായിരുന്ന അന്തസ്സും അഭിമാനവും ഒക്കെ ഒരു നിമിഷം കൊണ്ടാ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഉടച്ചു കളഞ്ഞത്. ഇന്നു മുതൽ ഇതിന്റെ പേരിൽ അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിനും സങ്കടത്തിനും ആര് സമാധാനം പറയും? ഇനി ഇതിന്റെ പേരിൽ അവന് പറഞ്ഞു വെച്ചിരിക്കുന്ന സിനിമ വല്ലതും നഷ്ടപ്പെടുമെന്നാ ഇപ്പൊ എന്റെ പേടി. അങ്ങനൊന്നും സംഭവിക്കത്തില്ല. എഗ്രിമെന്റ് ചെയ്ത സിനിമയെന്ന് അങ്ങനെ ആരെ മാറ്റാനൊന്നും പറ്റത്തില്ല. എനിക്കൊരു അബദ്ധം പറ്റി, അതിന്റെ പേരിലേ എന്നെ ക്രൂശിച്ചത് മതി. ഒരിക്കൽ നിന്നെ അട്ടയെന്ന് സ്വാതി വിളിച്ചതിന് നീ അവളെ തല്ലുന്നു പറഞ്ഞു. പക്ഷേ പ്രവൃത്തി കൊണ്ട് നീ ഇന്ന് അതാണെന്ന് തെളിയിച്ചു. മോളെ സ്വാതി, നീ ഒന്ന് അകത്തേക്ക് ചെല്ല്. അവനെ ഒന്ന് സമാധാനിപ്പിക്കുക. ആകെ തകർന്നു പോയി കാണുവൻ. ചെല്ല്. ഇനി മേലിൽ നീ ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ പിന്നെ നീ വീട്ടിലുണ്ടാവില്ല. ഇനി ഒരിക്കലും നീലിന്റെ ഏട്ടത്തിനെയും കൂടെ പുറത്തു പോവാൻ നീ ഇറങ്ങിത്തിരിക്കണ്ട. മനസ്സിലായോ?